ആ വരുന്നേട്ടാ. ഒരു ചായ വേണമെങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, എടുത്ത് കുടിക്കാനുള്ള ആരോഗ്യം അവനില്ലേ? എടി പെണ്ണെ, നീ നിന്റെ കാര്യം നോക്ക്. പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടാനുള്ളതാ. അയ്യോ എന്റെ അമ്മ, എനിക്ക് പേടിയാ. ഈ ചായ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് അത് മതി. ഇന്നത്തെ ദിവസം മൊത്തം പോയി കിട്ടാൻ. തൊട്ടേനും പിടിച്ചേനും ഒക്കെ ദേഷ്യമായിരിക്കും. പിന്നെ ഒക്കെ നീ ശീലപ്പെടുത്തിയിട്ടാ. കല്യാണത്തിന് മുന്നേ ഈ അടവൊന്നും അവൻ എന്റെ അടുത്ത് കാണിക്കില്ലായിരുന്നല്ലോ. എന്റെ അമ്മ ഏട്ടന്റെ സ്വന്തം അമ്മ ആയതുകൊണ്ട് അമ്മ ഒന്നും ചെയ്യില്ല. എന്റെ കാര്യം അതുപോലെയല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല്ലുകൊണ്ട് ഞാൻ ചാവും. എനിക്ക് വയ്യ, വെറുതെ എന്തിനാ. ദാ വരുന്നേട്ടാ, ഇത് കൊടുത്തിട്ട് വരാം. കീതേ ഈ കീത ഒരു ദിവസം ഇവിടെ നിന്ന് ഇല്ലാതായ എന്ത് ചെയ്യുമെന്തോ. നല്ല പുടയ്ക്കാത്തതിന്റെ കുറവാ. എനിക്ക് ആരോഗ്യം ഇല്ലാതായി പോയി. ഗുഡ് മോർണിംഗ് അച്ഛമ്മേ. എന്തോ അച്ഛമ്മ ഇത്? എന്നും ഈ പയറേറി മാത്രമേ ഉള്ളൂ? എന്റെ കാർത്തു അത് അപ്പൂനുള്ളതാ. നിനക്കുള്ള മുട്ട പൊരിച്ച ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നിനക്ക് ഇഷ്ടമുള്ള തൈരും ചമ്മന്തിയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പോരെ? അതെന്തോന്നടി ഒരു സ്പെഷ്യൽ കൊടുപ്പ്? പയറ് കറി തിന്നാ നിന്റെ തൊണ്ടയിൽ എന്തടി ഇറങ്ങൂലേ? അച്ഛമ്മയ്ക്ക് എന്ത്? അച്ഛമ്മയ്ക്ക് എന്താന്നാ? ഒന്നുമില്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലേടി? നിന്റെ അമ്മ ഇവിടെ കിടന്ന് പണിയെടുക്കണം നീ കണ്ടാ? ഓ പിന്നെ, ഉള്ളത് കഴിച്ചിട്ട് പോയാൽ നിനക്ക് എന്തടി? എനിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ. നിർത്തടി അസത്തെ. നിന്റെ അമ്മ വല്ല പണിക്ക് പോയാലേ നിന്റെ അനിയനെ വളർത്തി ഇങ്ങനെ ആക്കി വിടുവായിരുന്നാടി? ആ കോന്തനെ കൊണ്ട് വല്ലതും പറ്റുമായിരുന്നാ നിന്നെയൊക്കെ വളർത്തി ഇങ്ങനെ വർത്താനം പറയാൻ വിടാൻ? അച്ഛനെ ഒന്നും പറയണ്ട. അച്ഛൻ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടമ്മ. ഞാനിപ്പോ ചെയ്യുന്നതിന്റെ വിലയൊന്നും അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അതിന് അവളും ഒരമ്മയാവണം. അന്ന് അവൾ ഇതൊക്കെ ഓർത്ത് വിഷമിച്ചോളും.